Welcome to Vedic IAS Academy. My name is Atul Shankar. I am a faculty at Vedic IAS Academy. ഇന്നത്തെ വീക്ക്ലി വേദിക് ന്യൂസ് അനാലിസിസിൻ്റെ ഭാഗമായിട്ട് 27/1/2025 മുതൽ ഫെബ്രുവരി 1, 2025 വരെയുള്ള കുറച്ച് ടോപ്പിക്സാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജനുവരി 27 മുതൽ ഫെബ്രുവരി 1 വരെയുള്ള ദിവസങ്ങളിൽ ഉള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ്. എല്ലാ ടോപ്പിക്സും അല്ല, പ്രധാനപ്പെട്ട 5-6 ടോപ്പിക്സാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഐ ബിലീവ് ദാറ്റ് this discussion would be helpful for all aspirants who are preparing for UPSC, അതുപോലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, പിന്നെ മറ്റുള്ള സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻസിൻ്റെ ഒക്കെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സഹായകമായിരിക്കും. സോ കുറച്ച് ടോപ്പിക്സ് എന്ന് പറയുമ്പം പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ഓഫ് ദിസ് വീക്ക് വുഡ് ഇൻക്ലൂഡ് റിപ്പബ്ലിക് ഡേ ഷോക്കേസസ് ഡൈവേഴ്സിറ്റി മിലിറ്ററി മൈറ്റ്, അല്ലേ, റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻസ്. ദെൻ നോ അഡീഷണൽ ഫണ്ട്സ് ഫോർ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, വേജ് ഡിലേഡ്. ഇതൊരു പ്രധാനപ്പെട്ട പോളിറ്റി ആൻഡ് ഗവേണൻസ് പാർട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് വെച്ചാൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അല്ലേ. ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ ജോലി കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പേർക്ക് അവരുടെ വേജസ്, അല്ലേ, കൂലി ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വാർത്ത. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത, GB സിൻഡ്രോം അല്ലെങ്കിൽ ഗുലിയൻ ബാരെ സിൻഡ്രോം ലൈഫ് ത്രെട്ടനിങ്. ഈസ് ഗുലിയൻ ബാരെ സിൻഡ്രോം ലൈഫ് ത്രെട്ടനിങ്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ലാസ്റ്റ് വീക്ക്, അല്ലേ, ന്യൂസിൽ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. വിമൻസ് ഗ്രൂപ്പ് സീക്ക് ബഡ്ജറ്റ് ദാറ്റ് വിൽ ബൂസ്റ്റ് ഇൻക്ലൂസീവ് വർക്ക് ഫോഴ്സ്. സോ ആസ് വി സ്പീക്ക് നൗ, അല്ലേ, നമ്മൾ ഇന്ന് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഫെബ്രുവരി 1 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ്. സോ ഈ പറയുന്ന വിമൻസ് ഗ്രൂപ്പ്, ദേ ഹാവ് ബീൻ ഡിമാൻഡിങ് ഫോർ what we call as a budget that is more inclusive, അല്ലെ, സ്ത്രീകളെയും കൂടി പരിഗണിക്കുന്ന ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ സ്ത്രീകളുടെ വിഷയങ്ങളെ പരിഗണിക്കുന്ന ഒരു ബഡ്ജറ്റ്. ISRO's 100th ലോഞ്ച് ലിഫ്റ്റ് നാവിക് സാറ്റലൈറ്റ് ഇൻ ടു ഓർബിറ്റ്. സോ ISRO അതിൻ്റെ 100ാമത്തെ ലോഞ്ച് നടത്തി, അല്ലേ. അപ്പം ആ ലോഞ്ചിൽ ലിഫ്റ്റ് ചെയ്തിട്ടുള്ള സാറ്റലൈറ്റ് എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്. അപ്പോൾ ഇത്രയും വാർത്തകളാണ് പ്രധാനമായിട്ടുള്ളത്. സോ ആദ്യത്തെ വാർത്ത കഴിഞ്ഞ ആഴ്ചയും നമ്മൾ ഡിസ്കസ് ചെയ്തൊരു വാർത്തയായിരുന്നു. ജാനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആയിരുന്നു, അല്ലേ. സോ ഈ റിപ്പബ്ലിക് ഡേയിൽ പങ്കെടുത്തിട്ടുള്ള മുഖ്യ അതിഥി, സ്പെഷ്യൽ അല്ലെങ്കിൽ ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്തോനേഷ്യയുടെ പ്രസിഡൻ്റായിട്ടുള്ള പ്രഭാവോ സുബിയാന്റോ എന്ന് പറയുന്ന ഇന്തോനേഷ്യയുടെ പ്രസിഡൻ്റാണ്, അല്ലേ. സോ ഈ ഒരു റിപ്പബ്ലിക് ഡേയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ തീം, ഈ റിപ്പബ്ലിക് ഡേ പരേഡിൻ്റെ തീം എന്ന് പറഞ്ഞാൽ സ്വർണിം ഭാരത് വിരാസറ്റ് ഓർ വികാസ്, അല്ലെ, ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെൻറ്റ്. സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2047 ഇന്ത്യ ഒരു ഡെവലപ്ഡ് ഇക്കോണമി ആകും, അല്ലേ. സോ ഇനിയുള്ള അടുത്ത 25 വർഷം വളരെ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് ഫേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. സോ ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഡെവലപ്മെൻറ്റൽ മോഡലിനെ കോപ്പി ചെയ്യുന്നതാണോ? അല്ല, അല്ലേ. ദാറ്റ് ഷുഡ് ഓൾസോ ഇൻകൺകേറ്റ് അവർ ഹെറിറ്റേജ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗോൾഡൻ ഇന്ത്യ അതുപോലെ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന തീം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടാബ്ലോ ഹൈലൈറ്റ്സ് 150 years ഓഫ് ബിർസ മുണ്ട, എ ട്രൈബൽ ആക്ടിവിസ്റ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട, അല്ലേ, അവിടുത്തെ പ്രധാനപ്പെട്ട ടാബ്ലോസ് ഏതൊക്കെയായിരുന്നു. അതുപോലെ 75 years ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹൈലൈറ്റിംഗ് ഡോക്ടർ BR അംബേദ്കർ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റേറ്റ്സും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസീസും ഒക്കെ ടാബ്ലോസ് ഈ പരേഡിൻ്റെ ഭാഗമായിട്ട് ദേ ഹാവ് ഇൻക്ലൂഡഡ്, അല്ലേ. സോ ഈ ടാബ്ലോസിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടാബ്ലോസ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ ഒരു ടാബ്ലോ, അല്ലെ, ഒരു ഔട്ട്സ്റ്റാൻഡിങ് ടാബ്ലോ ആയിട്ട് സെലക്ട് ചെയ്തു. ആ തീം എന്തായിരുന്നു? കുംഭമേള, അല്ലെ. ഇൻഫാക്ട് മഹാകുംഭമേളയുടെ ഒരു തീമുള്ള ഒരു ടാബ്ലോ ആയിരുന്നു. സോ
ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും ഒരുപക്ഷെ UPSC സിവിൽ സർവീസസ് പ്രിലിംസ് എക്സാംസിന് ചോദിക്കാം. ബേസിക്കലി മഹാകുംഭമേള വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ പരേഡിൽ ബന്ധപ്പെട്ടിട്ടുള്ള ടാബ്ലോസ് അല്ലേ, ബിർസ മുണ്ടയുടെ അല്ലെങ്കിൽ BR അംബേദ്കറിൻ്റെ, അതല്ലെങ്കിൽ ഈ മഹാകുംഭമേളയുടെ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടാബ്ലോ ആയിരുന്നു ട്രൈ സർവീസസിൻ്റെ അല്ലേ, ഫസ്റ്റ് എവർ ട്രൈ സർവീസസ് ടാബ്ലോ ഡിസ്പ്ലേ ദ സ്പിരിറ്റ് ഓഫ് ജോയിനസ് ആൻഡ് ഇൻറ്റഗ്രേഷൻ. നമുക്കറിയാം നമ്മളൊരു ജോയിൻറ്റ് കമാൻഡ് സ്ട്രക്ചറിലേക്കൊക്കെ മാറാൻ പോവുകയാണ് അല്ലേ. ഈ ആർമി, നേവി, എയർഫോഴ്സ് ട്രൈ സർവീസസ് കമാൻഡിലേക്ക് മാറാൻ പോവുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ടാബ്ലോ കാണിക്കുന്നത്. ലൈക്ക് ആദ്യമായിട്ടാണ് ഫസ്റ്റ് എവർ ട്രൈ സർവീസസ് ടാബ്ലോ. സോ ഇത് എന്താണ്, ഇതിൻ്റെ സ്പിരിറ്റ് എന്താണ്, ജോയിനസ് ആൻഡ് ഇൻറ്റഗ്രേഷൻ. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് എന്തൊരു വാർത്തയും അതിലേക്ക് UPSC സിവിൽ സർവീസസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് PSCs അതല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെ വരാം എന്നൊക്കെ നോക്കണം. പിന്നെ ഇതിൽ പങ്കെടുത്തിട്ടുള്ള റെജിമെൻറ്റ്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഇനി ഉള്ള അടുത്തൊരു വാർത്ത, നോ അഡീഷണൽ ഫണ്ട് ഫോർ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, വേജസ് ഡിലേഡ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്ന ഈ റൂറൽ ഏരിയാസിലെ ഗ്രാമീണ മേഖലയിൽ BPL ഹൗസ് ഹോൾഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വീട്ടിലെ അംഗങ്ങൾക്ക് 100 ദിവസത്തെ ഉറപ്പായിട്ടുള്ള തൊഴിൽ അല്ലേ, 100 ദിവസം തൊഴിൽ ഉറപ്പ് വരുത്തുക, തൊഴിൽ ഉറപ്പ് പദ്ധതിയാണ് അല്ലേ. അപ്പം ഇതൊരു നിയമം വഴിയാണ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്, ഒരു നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നു അല്ലേ. അങ്ങനെ പാർലമെൻറ്റ് പാസ്സാക്കിയത് വഴി റൈറ്റ് ടു വർക്ക്, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബാംഗങ്ങൾക്ക് അവർ ഗ്രാമീണ മേഖലയിലാണെങ്കിൽ 100 ദിവസത്തെ ഒരു വർഷം 100 ദിവസം ഉറപ്പായിട്ടും തൊഴിൽ ലഭിക്കും എന്നുള്ളത് ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റായിട്ട് മാറിയിരിക്കുകയാണ് അല്ലെ, നിയമപരമായിട്ടുള്ള ഒരു അവകാശമായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ നിയമപരമായിട്ടുള്ള ഈ അവകാശം എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്, ഒരു സ്കീം വഴിയാണ്, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം അല്ലേ. സോ ഇത് 2005 നടപ്പാക്കിയിട്ടുള്ള ഒരു നിയമം അല്ലേ. അതുവഴി തൊഴിൽ എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള, അതായത് റൂറൽ BPL ഹൗസ് ഹോൾഡ്സിന് ഒരു അവകാശമായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി ഇതിനെക്കുറിച്ച് നമുക്കറിയാം അവരെന്തൊക്കെ തൊഴിൽ അല്ലെ, അവരെന്തെല്ലാമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് പ്രോജക്ട്സ്, അടുത്തുള്ള തോടുകൾ അല്ലെങ്കിൽ പുഴകൾ അതല്ലെങ്കിൽ കുളങ്ങൾ അല്ലെ, ഇതൊക്കെ നവീകരിക്കുക, അതല്ലെങ്കിൽ പുതിയതായിട്ട് പണിയുക അല്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അണ്ടർസ്കിൽഡ് ലേബർ ഫോഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ജോലികളാണ് അവർ ചെയ്യുക. അതുവഴി ഗ്രാമീണ മേഖലയിൽ ക്യാപിറ്റൽ അസറ്റ് അല്ലേ രൂപപ്പെടുകയും അതോടൊപ്പം തന്നെ എന്താണ്, അവർക്ക് ഒരു വരുമാനം ലഭിക്കുകയാണ്. അപ്പോൾ ഈ വരുമാനം എവിടെയാണ് അവർ ചെലവ് നടത്തുന്നത്, ഗ്രാമീണ മേഖലയിൽ തന്നെയായിരിക്കും. അങ്ങനെ ഈ പറഞ്ഞ റൂറൽ ഇക്കോണമിക്ക് ഒരു റിവൈവൽ, ഒരു ഉണർവ് നൽകുക. അപ്പം ഇത് ബേസിക്കലി ഒരു പരിധിവരെ ഒരു ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ സ്കീമാണെന്ന് പറയാൻ പറ്റില്ല. ഒരു ആക്ടിവിറ്റി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു പണം ലഭിക്കുകയാണ്, ഒരു വരുമാനം ലഭിക്കുകയാണ്. അപ്പം ആ ആക്ടിവിറ്റി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ റൂറൽ ഏരിയാസിൽ എന്തുണ്ടാവുകയാണ്, ആസ്തി വികസനം ഉണ്ടാവുകയാണ്, ക്യാപിറ്റൽ അസറ്റ് ഫോർമേഷൻ നടക്കുകയാണ് അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴി റോഡ് നിർമ്മാണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ കാര്യമായിട്ട് ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഫണ്ടുകളൊക്കെ വെട്ടി ചുരുക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ബേസിക്കലി പല ആളുകളും പറയുന്നത് ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം ഒരു വേസ്റ്റ് ഓഫ് മണിയാണ്. കാരണം മികച്ച ക്വാളിറ്റിയിലുള്ള ആസ്തിയൊന്നുമല്ല വികസിപ്പിക്കപ്പെടുന്നത്. ഇത് ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്നു എന്നുള്ള വ്യാജേന പ്രത്യേകിച്ച് ആസ്തി വികസനമൊന്നും നടക്കാതെ, ക്യാപിറ്റൽ അസറ്റ് ക്രിയേഷനൊന്നും നടക്കാതെ, ക്വാളിറ്റി അസറ്റ് ക്രിയേഷൻ നടക്കാതെ അവർക്ക് പണം ലഭിക്കുകയാണ് അല്ലേ. ഇതൊരു ക്യാഷ് ട്രാൻസ്ഫർ സ്കീമായിട്ട് മാറുകയാണ്. ഇത് സർക്കാരിൻ്റെ ഫിസ്ക്കൽ ഹെൽത്തിനെ അല്ലേ ബാധിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. സോ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമിന് വക വരുത്തുന്ന പണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ കാണുന്ന എന്താണ്,
ഒരുപാട് പേർക്ക് വേജസ് കുറയുന്നതായിട്ട് കാണുന്നു. എന്ന് മാത്രമല്ല, ഈ സെക്ഷൻ 3 ക്ലോസ് 3 ഓഫ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് മാൻഡേറ്റ്സ് വീക്ക്ലി ഓർ ഫോർട്ട്നൈറ്റ്ലി വേജ് ഡിസ്ബേഴ്സ്മെൻറ്റ് വിച്ച് ഈസ് ബീങ് ഡിലേഡ്. അപ്പം ഇവിടെ ഒരുപാട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഉണ്ട്. അതായത് ഇതിലേക്ക് വകയിരുത്തിയിട്ടുള്ള പണം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളുണ്ട്. അപ്പം ഇത് നിങ്ങൾക്കും ഒന്ന് കൂടുതൽ ഇതിനെക്കുറിച്ച് ഒന്ന് വായിക്കാം, അല്ലെ? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെ പണം ചിലവാക്കണമെന്നാണോ, അതോ ഇത് ഗ്രാമീണ മേഖലയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അല്ലേ? ക്വാളിറ്റി അസറ്റ് ക്രിയേഷൻ നടക്കുന്നുണ്ടോ? എങ്ങനെ ഇത് കൂടുതൽ മികച്ചതാക്കാം, അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളും കൂടി ഒന്ന് വായിക്കുക. മഹാരാഷ്ട്ര റിപ്പോർട്ട്സ് ടു ഗുലിയൻ ബാരെ ഡെത്ത് 16 ഫ്രഷ് കേസസ്. അപ്പം മഹാരാഷ്ട്രയിലെ പൂനെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങനൊരു സിൻഡ്രോം, ഗുലിയൻ ബാരെ സിൻഡ്രോം. സോ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയൊക്കെ അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 47ഓളം പുരുഷന്മാർക്കും 26 സ്ത്രീകൾക്കും, അല്ലേ, ഇത് അഫക്റ്റഡ് ആണ്. സോ ഈ സിറ്റുവേഷൻ കുറച്ച് ഗ്രേവാണ്. അപ്പോൾ എന്താണ് ഇതൊരു റെയർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്, where body's immune system mistakenly attacks its peripheral nerves, causing muscle weakness and potentially leading to paralysis. It can affect people of any age but is more common in adults, especially males. അല്ലേ? GBS has an estimated incidence of 1 to 2 cases per 1 lakh people. ഇതിൻ്റെ എക്സാക്റ്റ് കോസ് ഒന്നും നമുക്ക് അറിയില്ല. ഇനി ഇതിനെക്കുറിച്ച് എന്താണ് GBS, ഹൗ ഡസ് GBS എഫക്ട് ദ ബോഡി? ഇതൊരു ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്കാണ്, അല്ലേ? ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്കാണ്. ഇമ്മ്യൂൺ സിസ്റ്റം ഡാമേജസ് ദ മൈലീൻ ഷീത്ത് അറൗണ്ട് ദ നെർവ്സ്, ഇമ്പയറിംഗ് നെർവ് ഫങ്ഷൻ. എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിൻസ് ആൻഡ് നീഡിൽ സെൻസേഷൻ ഇൻ ടോസ്, ഫിംഗേഴ്സ് ആൻഡ് റിസ്റ്റ്, ബാക്ക് പെയിൻ, ഡിഫിക്കൽട്ടി വാക്കിംഗ്, ട്രബിൾ വിത്ത് ഫേഷ്യൽ മൂവ്മെൻറ്റ്സ്, ഡബിൾ വിഷൻ, സിവിയർ കേസസ് പാരാലിസിസ് വരെ സംഭവിക്കാം എന്നുള്ളതാണ്. ചില ആളുകൾക്ക് ശ്വാസം മുട്ടൽ, അല്ലേ, ചെസ്റ്റ് മസിൽസിനെയൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്വാസം മുട്ടൽ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുണ്ട് എന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സിവിയർ കേസസ് ക്യാൻ ഇമ്പാക്ട് ദ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, അഫക്റ്റിംഗ് ബ്ലഡ് പ്രഷർ ആൻഡ് ഹാർട്ട് റേറ്റ്, പൊട്ടൻഷ്യലി ലീഡിങ് ടു ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻസ്. അങ്ങനെ 2 പേരും മരിച്ചിട്ടുമുണ്ട്. ഇനി ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ? ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. മറിച്ച് എങ്ങനെയാണ്? പ്ലാസ്മ എക്സ്ചേഞ്ച് ആണ്. റിമൂവ്സ് ഹാംഫുൾ ആൻറ്റിബോഡീസ് അറ്റാക്കിംഗ് നെർവ്സ്, അല്ലേ? ഇൻട്രാവീനസ് ഇമ്മ്യൂണോഗ്ലോബിൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂചി, അല്ലേ, നമുക്ക് അറിയാം. ഇൻട്രാവീനസ് വഴി ഈ പറയുന്ന ബോഡിയിലേക്ക് ഇമ്മ്യൂണോഗ്ലോബിൻസ് സപ്ലൈ ചെയ്യും. അതുവഴി റെഡ്യൂസസ് ഇമ്മ്യൂൺ സിസ്റ്റംസ് അറ്റാക്ക് ഓൺ നെർവ്സ്. സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്സ്, റീഹാബിലിറ്റേഷൻ, ഫിസിക്കൽ ആൻഡ് ഓക്യുപ്പേഷണൽ തെറാപ്പി മേ ബി നീഡഡ് ഡ്യൂറിങ് റിക്കവറി വിച്ച് ക്യാൻ ടേക്ക് ടൈം, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നെർവസ് സിസ്റ്റത്തിനെയൊക്കെ അറ്റാക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും നമുക്ക് ഫിസിയോതെറാപ്പിയുടെയൊക്കെ ആവശ്യമായിട്ട് വരും. ഇനി GBS ക്യാൻ ബി ലൈഫ് ത്രെറ്റനിങ്. GBS മരണം വരെ ഉണ്ടാക്കാം. എങ്ങനെയാണ്? കൃത്യമായിട്ടുള്ള മെഡിക്കൽ ഇൻ്റർവെൻഷൻസ് കൃത്യമായിട്ടുള്ള സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സമയത്ത് ഇതിൻ്റെ ഡയഗ്നോസിസ് നടത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞു, അല്ലേ? പക്ഷേ ഈ പറയുന്ന പ്ലാസ്മ എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ ഇൻട്രാവീനസ് ഇമ്മ്യൂണോഗ്ലോബിൻ തെറാപ്പിയൊന്നും നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഇത് GBS എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ, അല്ലെ, പലപ്പോഴും ലൈഫ് ത്രെറ്റനിങ് ആവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അടുത്തത്, വിമൻസ് ഗ്രൂപ്പ് സീക്ക് ബഡ്ജറ്റ് ദാറ്റ് വിൽ ബൂസ്റ്റ് ഇൻക്ലൂസീവ് വർക്ക് ഫോഴ്സ്. So, women's organization and civil society groups are calling for increased effort to boost female workforce participation through employment-linked incentives, flexible working hours and supportive infrastructure including workplace crashes in the upcoming union budget. അപ്പോൾ ഇത് മിക്കവാറും എല്ലാ ബഡ്ജറ്റിൻ്റെ സമയത്തും ഓരോ വിഭാഗം ആളുകളും, അല്ലേ, പലപ്പോഴും ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, അതല്ലെങ്കിൽ ഈ പറയുന്ന അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഈ ജിഗ് ഇക്കോണമിയുടെ ഭാഗമായിട്ട് ഈ സൊമാറ്റോ, സ്വിഗ്ഗി, അല്ല, ഇങ്ങനെ കോൺട്രാക്ച്വൽ വർക്ക് ഫോഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഇത്തരത്തിലുള്ള ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി, അല്ലെ, എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഈ പറയുന്ന ബഡ്ജറ്റിൻ്റെ സമയമാകുമ്പോൾ അവരവരുടെ ഡിമാൻഡ് എപ്പോഴും വോയിസ്. അപ്പം ഈ സ്ത്രീകളും ഇതുപോലെ ഈ
മഹിള ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ടല്ലേ. അപ്പം അത് പൊളിറ്റിക്കൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്, നോൺ പൊളിറ്റിക്കൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇവരെല്ലാവരും ബഡ്ജറ്റിൻ്റെ സമയമാകുമ്പോൾ ദേ വുഡ് ഓൾ മേക്ക് കോൾ ഫോർ ഗ്രേറ്റർ ഇൻക്ലൂസീവ്നെസ് അല്ലേ ഇൻ ദ ബഡ്ജറ്റ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ തവണയും വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജെൻഡർ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ ടേമല്ല, 2006 മുതൽ ഈ ഒരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 2006 ആദ്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ജെൻഡർ ബഡ്ജറ്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റിൽ അല്ലേ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് ജെൻഡർ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം ചിലവുകൾ അല്ലേ, അല്ലെങ്കിൽ എന്തെല്ലാം അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു സ്പെഷ്യൽ ഫോക്കസ് ബഡ്ജറ്റിൽ കൊടുക്കാറുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം മാത്രമല്ല, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ കേസിൽ അങ്ങനെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിൻ്റെ കേസിൽ അങ്ങനെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഓൾഡ് ഏജ് അല്ലേ, വളരെ സെനൈലായിട്ടുള്ള, നമുക്കറിയാം നമ്മുടെ പോപ്പുലേഷൻ പ്രായം കൂടി 60 വയസ്സിന് മുകളിലായിട്ടുള്ള സീനിയർ സിറ്റിസൺസ് അല്ലേ, അവരുടെയും പോപ്പുലേഷൻ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വൾണറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, അപ്പം ഇവർക്കെല്ലാം വേണ്ടിയിട്ട് ഇപ്പം ജെൻഡർ ബഡ്ജറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് നമുക്കറിയാം പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായിട്ട് നൽകുന്ന വീടുകൾ ആരുടെ പേരിലാണ്? സ്ത്രീകളുടെ പേരിലായിരിക്കും. അതുപോലെ തന്നെ നാമോ ഡ്രോൺ ദീദി അല്ലേ, നമുക്കറിയാം ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഫീൽഡ്സിൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഡ്രോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡ്രോൺസ് ആർക്കാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്? അവിടുത്തെ ഒരു സ്ത്രീക്കാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പം അതുവഴി ഒരു ഫൈനാൻഷ്യൽ എംപവർമെൻറ്റ് നടക്കുന്നു അല്ലേ. അപ്പം ഇതെല്ലാം ബേസിക്കലി എന്താണ് ഇവിടെ നടക്കുന്നത്? ഇത് ജെൻഡർ ബഡ്ജറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ബഡ്ജറ്റിൽ വകയിരുത്തുകയാണ് ഈ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് നടത്തണം എന്നുള്ളതാണ്. ഇപ്പം സുകന്യ സമൃദ്ധി യോജന അല്ലേ, ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ പേരിൽ നമുക്കൊരു ഒരു സേവിങ്സ് സ്കീം അല്ലേ, സേവിങ്സ് സ്കീം എടുക്കാം. അപ്പോൾ അതിൽ ഒരു കോൺട്രിബ്യൂഷൻ പാരൻസിൻ്റെ അല്ലെങ്കിൽ ഗാർഡിയൻസിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും കാണും. അതുപോലെ സർക്കാരും കോൺട്രിബ്യൂട്ട് ചെയ്യും അല്ലേ. 18 വയസ്സിന് ശേഷം ആ കുട്ടിക്ക് ഒരു ലംസം എമൗണ്ട് കിട്ടും. സോ ദാറ്റ് ക്യാൻ ബി യൂട്ടിലൈസ് ഫോർ ദി എഡ്യൂക്കേഷണൽ പർപ്പസസ്. പിന്നെ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, ഇന്ത്യയുടെ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 32.7% അപ്പോൾ ഏതൊരു ഡെവലപ്ഡ് ഇക്കോണമിയുടെ കേസിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് വളരെ കൂടുതലായിരിക്കും. അതായത് ആ സമൂഹത്തിലെ സ്ത്രീകളും ഈ പറയുന്ന ഇക്കോണമിയിൽ മീനിങ്ഫുൾ ആയിട്ട് റിപ്രസെൻറ്റഡ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും ജോലി ചെയ്യുന്നുണ്ടാകും അല്ലേ, അവരും ഇക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അതൊക്കെയാണ് ജെൻഡർ ബഡ്ജറ്റിംഗ്. ഇനി ISRO's 100th ലോഞ്ച് ലിഫ്റ്റ് നാവിക് സാറ്റലൈറ്റ് ഇൻ ടു ഓർബിറ്റ്. അപ്പോൾ ISROയുടെ 100ാമത്തെ ലോഞ്ചാണ് നടന്നിട്ടുള്ളത്. 100ാമത്തെ സാറ്റലൈറ്റില്ല, 100ാമത്തെ ലോഞ്ചാണ് നടന്നിട്ടുള്ളത്. ഈ 100ാമത്തെ ലോഞ്ചിൽ ഒരു GSLV അല്ലെ, ജിയോ സിൻക്രണസ് ലോഞ്ച് വെഹിക്കിൾ F-15 റോക്കറ്റ്, അത് പ്ലേസ് ചെയ്തിരിക്കുന്ന സാറ്റലൈറ്റിൻ്റെ പേര് NVS-02 ഈ പറയുന്ന നാവിക് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു സാറ്റലൈറ്റാണ്. ഇത് പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാവിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ, പഴയ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിൻ്റെ പുതിയൊരു പേരാണ് നാവിക് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നാവിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇന്ത്യൻ GPS ആണ് അല്ലേ. അതായത് നമുക്ക് നാവിഗേഷണൽ സർവീസസ് ഒക്കെ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിജീനിയസ്ലി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. അതിൻ്റെ പുതിയ ഒരു പേരാണ്, അല്ലെങ്കിൽ റീക്രൈസ്റ്റഡ് ആസ് നാവിക് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. നാവിക് എന്ന് വെച്ചാൽ സെയിലർ എന്നാണ് അർത്ഥം. സോ ഇതൊരു 7 സാറ്റലൈറ്റുകൾ ഉൾപ്പെടുന്ന ഒരു കോൺസ്റ്റലേഷനാണ്. സോ ഇത് ഇന്ത്യയിലും ഇന്ത്യക്ക് 1500 കിലോമീറ്റർ ചുറ്റളവിലുമുള്ള പ്രദേശങ്ങളിൽ നാവിഗേഷണൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യും. 2 തരത്തിലുള്ള സർവീസസ് ഉണ്ട്. ഒന്ന് ഓപ്പൺ സർവീസസും ഉണ്ട്, അതുപോലെ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള റെസ്ട്രിക്റ്റഡ് സർവീസസും ഉണ്ട് അല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ് പൊസിഷനിങ് സർവീസസ് ഈ പറയുന്ന നാവിഗേഷണൽ സർവീസസ് പ്രൊവൈഡ്സ് പൊസിഷൻ ആക്യുറസി ബെറ്റർ ദാൻ 20 മീറ്റേഴ്സ് ആൻഡ് ടൈമിംഗ് ആക്യുറസി ബെറ്റർ ദാൻ 40 നാനോ സെക്കൻഡ്സ്. റെസ്ട്രിക്റ്റഡ് സർവീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മിലിറ്ററി പർപ്പസസിനൊക്കെ വേണ്ടിയിട്ടാണ്, ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് റെസ്ട്രിക്റ്റഡ് സർവീസസ് ഓഫർ ചെയ്യുന്നത്. സോ നാവിക് കോൺസ്റ്റലേഷൻ വിൽ ബി ഓഗ്മെൻറ്റഡ് വിത്ത് 5 സെക്കൻഡ് ജനറേഷൻ NVS
satellites to ensure service continuity. The first of these NVS-01 was launched in May 2023 featuring India's first indigenous atomic clock അല്ലേ റുബീഡിയം ബേസ്ഡ് ആയിട്ടുള്ള ആറ്റോമിക് ക്ലോക്കാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരുപാട് യൂസസ് ഉണ്ട്. ഷിപ്പ് വെസൽ ട്രാക്കിംഗ് ഉണ്ട്, ടൈം സിങ്ക്രണൈസേഷൻ ഉണ്ട്, ട്രെയിൻ ട്രാക്കിംഗ് ഉണ്ട്, സേഫ്റ്റി അലർട്ട് ഡിസെമിനേഷൻ ഉണ്ട് അല്ലേ. അപ്പം ഇതെല്ലാം വേണമെങ്കിൽ നമുക്ക് പറയാം മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവിൻ്റെ ഒരു ഭാഗമാണെന്നും പറയാം. ഇത്രയും ടോപ്പിക്സാണ് ഈ ആഴ്ച വളരെ ന്യൂസിൽ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. എന്ന് വിചാരിച്ച് വേറെ വാർത്തകളില്ല എന്നല്ല, മറ്റു വാർത്തകളുമുണ്ട്. പല വാർത്തകളും വന്നു. എനിക്കറിയാം ഡീപ് സീക്ക് എന്ന് പറയുന്ന അല്ലേ, ഡീപ് സീക്ക്. സോ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളുമുണ്ട്. അത് കോംപ്രിഹെൻസീവായിട്ട് അടുത്ത ആഴ്ചകളിൽ വി വിൽ ബി കവറിങ്. വേറെയും എന്തെങ്കിലും വാർത്തകളുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു കമൻറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. So we will be more than happy to take up those news also. I thank everyone for being an active participant of this session, and I wish everyone a nice day ahead.